ഈ വീഡിയോസിന്റെ അടിയിലും അച്ഛൻ ആക്സിഡന്റ് ആയപ്പോൾ എൻ്റെ ആഹാരം കഴിപ്പ് മുട്ടിപ്പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ പേടിയിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ഞാൻ ചാച്ചൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് തന്നെ അങ്ങ് നിന്ന് ഒരു പ്ലേറ്റ് ചോറ് കഴിച്ച് ആ ദിവസം. എല്ലാവർക്കും നമസ്കാരം. 2020 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. അത് അത്യാവശ്യം പണി കിട്ടിയ ആക്സിഡന്റാണ്. അപ്പോൾ ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒന്ന് റിക്കവർ ആയി വന്ന സമയത്ത് ഞാൻ ആദ്യം അന്വേഷിച്ചത് അന്ന് ആരെങ്കിലും അവിടെ നിന്ന് ഫോട്ടോ എടുത്തോ, അതായത് ആക്സിഡന്റ് ആയി റോഡിൽ കിടക്കുന്ന സമയത്തുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ആരെങ്കിലും എടുത്തോ എന്നൊക്കെയായിരുന്നു ഞാൻ അന്വേഷിച്ചത്. വേറെ ഒന്നുമല്ല, അതെങ്ങനെ ഇരുന്ന് എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടിട്ട് ഞാനപ്പോൾ ചോദിച്ചതാണ്. കിട്ടിയിട്ടില്ല, ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുമില്ല. അതിനുശേഷമുള്ള ആക്സിഡന്റിന് ശേഷമുള്ള എൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ സെൽഫി എടുത്ത് വയ്ക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വാർഡിൽ മീൻസ് റൂമിലോട്ടാക്കിയ സമയം മുതലുള്ള ഫോട്ടോസ് ഞാനിങ്ങനെ എടുത്തെടുത്ത് വെക്കാറുണ്ടായിരുന്നു. ഓക്കെ, എൻ്റെ ഡിവൈസിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. ഐ തിങ്ക് ഒരു 100-500 ഫോട്ടോ എങ്കിലും ഞാനിങ്ങനെ മാറി മാറി വരുന്ന ഫോട്ടോസും എടുത്ത് വെക്കാറുണ്ടായിരുന്നു. ഓക്കെ, അതിവിടെ ആനൊരു കാര്യമല്ല. പക്ഷേ ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് വന്നിട്ട് വ്ളോഗ് എടുത്താൽ എങ്ങനെ ഇരിക്കും അവസ്ഥ? ഞാനൊന്ന് ആലോചിച്ചു. ഞാനിപ്പോൾ പടമായിട്ട് കിടക്കുകയാണ്, ചാവോ ജീവിക്കൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ വീട്ടുകാരോ ഒരു വ്ളോഗ് എടുത്താൽ എങ്ങനെ ഇരിക്കും? ഞാനതിങ്ങനെ ആലോചിക്കാറുണ്ടേ. എന്തുവാ അത് ആലോചിക്കാനുണ്ടായ റീസൺ വേറെ ഒന്നുമല്ല, സാറയുടെ വീഡിയോസ് കണ്ട സമയത്താണ്. ഞാനൊന്ന് ഇടിച്ച് പടമായി കിടന്ന സമയത്ത് വീട്ടുകാരോ കുടുംബക്കാരോ ഫ്രണ്ട്സോ വന്നിട്ട് വ്ളോഗ് എടുത്തിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് ആലോചിക്കാൻ പോലും. ഇന്നത്തെ കാലഘട്ടം പുരോഗമിച്ച് എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയാൻ പാടില്ല. എന്തായാലും കൊള്ളാം. വേറൊരു രീതിയിൽ നോക്കിയാണ് കോമഡിയാണ്. ആക്സിഡന്റ് ആയി കിടക്കുന്നവനും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, അവനും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല. പിന്നെ ആർക്ക് കണ്ടോണ്ടിരിക്കുന്നു നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എൻജോയ് മക്കളെ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇന്ന കാലഘട്ടം മാറിയിരിക്കുകയാണ്. മാറി വേറെ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു കോമഡി അല്ലെങ്കിൽ എല്ലാം ചിരിക്കേണ്ട ഒരു കാര്യമായിട്ട് എടുത്ത് ഫണ്ണായിട്ട് കണ്ട് വളരെയധികം പോസിറ്റീവ് വൈബ്സ് ഉള്ളിയാണ് കേട്ടോ. ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു, ഒന്നും പറയാനില്ല. ഞാൻ പെട്ടെന്ന് ഈ ആക്സിഡന്റ് എന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പഴയ കാലഘട്ടത്തിലോട്ട് പോകും. പഴയ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-50 വർഷം മുന്നൊന്നുമല്ല, ഒരു 5-6 വർഷം മുന്നേ, 6 വർഷം മുന്നേ, അതായത് 2020 ഫെബ്രുവരി 28 പോകും. അന്ന് ഞാനൊരു ആക്സിഡൻ്റായി ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ എന്നല്ല അവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു. ജീവൻ കിടക്കുമെന്നായിരുന്നു ക്വസ്റ്റ്യൻ മാർക്ക്. ആ ക്വസ്റ്റ്യൻ മാർക്കിൽ അന്ന് വീട്ടുകാരും കുടുംബക്കാരും ഫ്രണ്ട്സും എല്ലാം ബോഡി എടുക്കാൻ കണക്കിന് വളഞ്ഞു നിൽക്കുകയായിരുന്നു മെഡിക്കലിൽ. അതിനുശേഷം പിന്നെ കാര്യങ്ങൾ ഓരോന്നായി റിക്കവറി ആയി അങ്ങനെ ഇതാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതാ ഇങ്ങനെ ഇരിക്കുന്നു മക്കളെ. അതൊക്കെ ഒരു കാലഘട്ടം. പെട്ടെന്ന് ഓർമ്മയിലോട്ട് പോയപ്പോൾ പറയണമെന്ന് തോന്നി. അതിരിക്കട്ടെ. അപ്പം നമുക്ക് സാറയുടെ വീഡിയോസ് ആണ്. സാറ വലിയധികം കോമഡിയാണ്. ഒരുപാട് റീൽസ് ഇട്ടിട്ടുണ്ട്. ഇതെന്താ മാങ്ങ അടിച്ചു പറിക്കണ അരിയുണ്ടെന്ന് തോന്നുന്നു. എന്തോ ഇത് കൊള്ളാമല്ല. ഇതെന്തുവാടെ പുഷ്പ താഴത്തില്ലടാ, അത് കൊള്ളാം. ഓക്കെ, അങ്ങനെ സാറയുടെ വീഡിയോസ് ഞാൻ ഇടയ്ക്കൊക്കെ റീൽ കാണാറുണ്ട്. ഇടയ്ക്ക് അതിലൊക്കെ ഞാൻ പോയി കമന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കാണുമ്പോൾ ചിരി പറയാറുണ്ട്. ഇവരുടെ ഹസ്ബൻഡ്, ഇവർ ലിവിങ് ടുഗദർ ആയിരുന്നു, പിന്നെ ഒരുമിച്ച് കല്യാണം കഴിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് ആക്സിഡന്റ് ആയിട്ട് കിടന്ന സമയത്ത്, ആക്സിഡന്റ് ആവുന്നതിന് മുന്നേ ഉള്ള വ്ളോഗ് മുതൽ നമുക്കൊന്ന് കാണാം. ആക്സിഡന്റ് ആയ സമയത്ത് എങ്ങനെ ആയിരുന്നെന്നും നമുക്ക് കാണാം. ഒരു അരിവേന്ന് നോക്കാം. നിങ്ങൾ ഒരുപാട് കണ്ടു കാണും, ഇത് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വെറൈറ്റി ആയിട്ട് ഇതിൽ കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് പറയാം. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങോട്ട് പറയാം. ഓക്കെ, ഇത് കാണാം. അമ്മയും കൂടെ കഴിഞ്ഞ ദിവസം വയനാട്ടിലോട്ട് പറഞ്ഞു വിട്ടാൽ മാത്രമേ എനിക്കും ചാച്ചനും ഓർമ്മയുള്ളൂ. വീട്ടിൽ തിരിച്ചു വെക്കില്ലെന്ന് പറഞ്ഞാൽ നേരെ പറമ്പിലോട്ട് ഇറങ്ങി. വീട് തിരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറമ്പിൽ ഇറങ്ങിച്ചരിക്കും. മുണ്ടും പിന്നെയും വെട്ടി കൊലയും തൂക്കി നേരെ പോയത് പിന്നെ ഇങ്ങോട്ടത്തേക്കാ. വീട് തിരിക്കാൻ പറ്റത്തോണ്ട് കൊലയും തൂക്കി പോയ ചാച്ചൻ അവസാനം പിന്നെ ഹോസ്പിറ്റലിലായി. എന്ത് പറ്റി രമണ? കുഴപ്പമില്ല. ഒരു ആക്സിഡന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാനും വ്ളോഗ് എടുക്കാനും ആണെങ്കിൽ പിന്നെ ഓപ്പോസിറ്റിൽ നിന്ന് കാണുന്ന ഞങ്ങൾ ചിരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ചിരിയും കളിയും തമാശയാണ് ഈ ആക്സിഡന്റ് ആശുപത്രിയൊക്കെ എങ്കിൽ നമുക്കും ചിരിയും കളിയും തമാശയൊക്കെ തന്നെ. ചിരി ചാച്ചന് കാലൊടിഞ്ഞേ. റോഡിൽ പോയി ചരിഞ്ഞാണ്. വയനാട്ടിൽ നേരെ തിരിച്ച് ദേവാലയത്തിലേക്ക് തിരിച്ചെത്തി. ഇനി അവൻ 6 മാസത്തേക്ക് റഷ്യയിലുണ്ടോ നോക്കുക. മുഖം നല്ല ചക്കരം കൊണ്ടും പോലിരിക്കുന്നു. കൊള്ളാലോ. കാലെന്താ മറ്റേ മൈദ മാവിലിട്ട് കുഴച്ചെടുത്ത പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ ഇരിക്കുന്നുണ്ട് കാല്. സൂപ്പർ. ഒരു ആക്സിഡന്റ് കണ്ടിട്ടെ ഇവർക്ക് വ്ളോഗും തമാശയും ചിരിയാണെങ്കിൽ അത് കണ്ടിട്ട് നമ്മളും ചിരിച്ച് തമാശക്ക് അങ്ങോട്ട് ചിരിക്കെല്ലാം വരും. ചാച്ചന്റെ ഒരു ഭാഗ്യം. ഒരു ആക്സിഡന്റ് ഒക്കെ ആയ പിന്നെ ഐസിയിലൊക്കെ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ്, അമേസിങ്. എല്ലാരും ചിരിച്ചോണ്ട് എന്താ
ഒരുത്തൻ ICUവിൽ കൊണ്ട് കയറ്റുമ്പം എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്ത് എന്തുറ്റി? ഇത് വയനാടാണോ? നിങ്ങൾ ഏത് വയനാടല്ലേ ഏരിയ? അവിടെ എല്ലാവരും ഇങ്ങനെയാണ്. എല്ലാവരും ഇങ്ങനെയാണോ തോന്നുന്നില്ല. ഇതിപ്പോൾ ഒരുത്തൻ ICUവിൽ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. വാ, വാട്ട് എ ഫാമിലി. കംഫർട്ടബിൾ അല്ലേ? അങ്ങനെ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിലോട്ട് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് ഡിസൈൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടാണ് അച്ചോടാ, നീ ഒരു കാര്യം ചെയ്യ്, ഇന്റർലോക്ക് അങ്ങോട്ട് ഇട്. ഡിസൈൻ അങ്ങോട്ട് കുറയ്ക്കണം തന്നെ. കാരണം ഇന്റർലോക്ക് ഇട്ട് അങ്ങോട്ട് വിട്ട് എന്റെ പൊന്ന് സാറ് നീ പൊളിക്കാൻ തന്നെ പൊളിച്ചെടുക്കുക. എന്ത് പോയത്? അവന്റെ കാലിലെടുത്ത് എണ്ണയിലിട്ട് അങ്ങോട്ട് പൊരിച്ചട്, എന്നിട്ട് അലവിലിട്ട് അടിയുണ്ട്. ആക്സിഡന്റ് ആയി കിടക്കണല്ലേ. ചിരിക്കുക, എല്ലാവരും ചിരിക്കുക. അവർക്ക് ചിരിക്കാനും വ്ളോഗ് എടുക്കാനും ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്നാ ചിരിച്ച ഒരു കുഴപ്പമില്ല. നീ ചിരിക്കടാ മുത്തുകള്. നാട്ടുകാർ മൊത്തം ചിരിച്ചിരിച്ചുണ്ടാക്കുന്നു. മാർക്കറും ഒന്നുമില്ല. അങ്ങനെ ഞാനൊരു ഡിസൈനും കൊടുക്കും. അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് കുട്ടപ്പനും പെടലിയും വന്ന് ചാച്ചനെ കണക്കാണെന്ന് അറിയണമല്ലോ. പിന്നെ ആശുപത്രി ആയാലും ഓറഞ്ചും ആപ്പിളും മസ്റ്റ് ആണല്ലോ. അതെ, ചാച്ചന്റെ വിചാരം അവനെ ടൂർ കൊണ്ടുവന്നേക്കുന്ന ടിവിക്ക് TV ആയിരത്തിന് ആഹാരം വന്നവരെ. ചാച്ചന്റെ വീട്ടുകാരല്ല, സാറാണ് അവന് ടൂർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. സാറ് അവന് ടൂറല്ല, വേറെ എന്തോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. തായ്ലൻഡിൽ കൊണ്ടുപോയ ഒരു ഫീലാണ് സാറ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എടാ മോന്തയിൽ ഇവിടെ 2 പാട്, തലയ്ക്കൊരടി, കാല് ഈ ഗതി, കൈ ഈ ഗതി. എടാ മോന്ത മൊത്തം പൊളിഞ്ഞ് മോന്ത പോലെ മനസ്സിലാവാത്ത രീതിയിൽ കിടന്നൊരു സമയം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ വീട്ടുകാർ അന്ന് അയ്യോ എനിക്കറിയത്തില്ല, അമ്മയൊക്കെ വേറെ ലെവൽ ഡൗണായി. അച്ഛൻ ഫാമിലി ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാട്. മക്കൾക്കൊരു പോറൽ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോളേജിൽ നിന്ന് ആ സമയത്ത് വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഇങ്ങനെ മോനെ ആക്സിഡൻ്റ് ഉണ്ടായി എന്ന്. അത് വലുതാവാം ചെറുതാവാം, അതിൻ്റെ ആഘാതം വീട്ടുകാർക്ക് അറിയത്തില്ല. അന്ന് അച്ഛൻ എനിക്ക് അറിയാം, പറഞ്ഞുള്ള അറിവുണ്ട്. അതായത് അച്ഛൻ, ചേട്ടൻ, അമ്മ ഇവർ 3 പേരും കൂടി കാർ എടുത്തുകൊണ്ട് പോയി. അതായത് എന്നെ കാണാനായിട്ട് മെഡിക്കലിലോട്ട് വരിക. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അത് വണ്ടി ഓടിക്കാൻ പറ്റാണ്ട് പിന്നെ ചേട്ടൻ്റെ ക്ലിനിക്കിൽ കൊണ്ടിട്ട്, അതാ വലിയമ്മയുടെ മോൻ്റെ ക്ലിനിക്കിൽ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് അടുത്ത് ആ ചേട്ടനാണ്, എൻ്റെ വലിയമ്മയുടെ മോനാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോയത്. കാരണം അച്ഛനും ചേട്ടനും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയി. കാരണം കൈ വിറയ്ക്കണം. കാരണം എനിക്ക് വലിയ ആക്സിഡൻറ്റോ ചെറിയ ആക്സിഡൻറ്റോ ഒന്നും അറിയത്തില്ല. ആക്സിഡൻ്റ് ആയെന്ന് മാത്രമാണ് അറിഞ്ഞത്. അപ്പം അതേ തുടർന്നിട്ട് അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരിക്കലും നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതുപോലെ ചാച്ചനെ പോലെ കൈയും കാലം കൊടിഞ്ഞിരിക്കുന്ന ഒക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം എൻജോയ് ചെയ്യുമായിരിക്കും. എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ല, ബോധമില്ല. നിങ്ങൾ വിചാരിക്കുന്ന സ്റ്റേജിലല്ലായിരുന്നു. വളരെയധികം വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഞാൻ മുന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ആക്സിഡൻ്റ് കഥയെ പറ്റിയിട്ട്. റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, അത് അനുഭവിച്ചതിനെ ആ ഒരു ഇത് അറിയത്തുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫ് തൊലഞ്ഞു പോയൊരു കാലമായിരുന്നു 2020. ആ സമയത്ത് ഇങ്ങനെ ആക്സിഡൻറ്റിന് ശേഷം ലൈഫ് പല സ്ഥലത്ത് പതറിപ്പോയിട്ടുണ്ട്. ജീവിതത്തിലൂടെ തിരിച്ചു വരുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പിന്നെ മനുഷ്യനല്ലേ പുള്ള, എണീറ്റ് നടക്കാനുള്ള ശക്തി ദൈവം തന്നു കഴിഞ്ഞാൽ കയറി വരുമെന്നുള്ളൊരു പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കുണ്ട്. അത് അഹങ്കാരമല്ല, ഒരു കോൺഫിഡൻസും അല്ല, എന്നാൽ എന്തോ ആണ് ഒരു ദൈവത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് പോലെ ഒരു പ്രതീക്ഷ എനിക്കുള്ളിലുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എന്തിനായി അതൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, അന്ന് എനിക്ക് ആക്സിഡൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാർ പതറിയൊരു പതറലുണ്ടായിരുന്നു. അതാണ് ഇവിടെ എല്ലാവരും ചിരിച്ചു കളിച്ചിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് പോലും മനസ്സിലാവില്ല എന്താണിത്, ഇതെന്താ അവൻ്റെ മുഖമൊക്കെ ആണെങ്കിൽ ഇടിച്ച് പോറി, കൈ കാലൊക്കെ ഒടിഞ്ഞ്. ഇവരെല്ലാവരും വ്ളോഗ് എടുക്കുന്നു, എൻജോയ് ചെയ്യുന്നു. ഓക്കെ, ഫണ്ണ് നല്ലതാണ്, ലൈഫിൽ ഫണ്ണായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്കൊന്നും ഒരിക്കലും ഇത് ഫണ്ണായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമില്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഫണ്ണാക്കായിരിക്കും. പക്ഷെ ICUവിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും സ്ട്രെച്ചറിൽ കിടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സർജറി ചെയ്യുന്നു, അതിനും ഇതിനുമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അതിനെ വ്ളോഗ് എടുത്ത് ചിരിച്ചു കളിച്ച് നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെ ഒരു പേഷ്യൻ്റ്, അത് ചിലപ്പോൾ നമുക്ക് ദൂരെ കൂടി അറിയാവുന്ന ആരായാലെങ്കിലും ഈ ICUവിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ചിരിച്ചു കളിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അതെന്ത് ചെറിയ മൈന്യൂട്ട് സർജറി ആയാലും എന്തെങ്കിലും ഒരു ചെറിയ കേസ് ആയാൽ കൂടി നമുക്ക് ചിരിയൊന്നും വരത്തില്ലടാ, ചിരിയൊന്നും വരത്തില്ല. ഇതെങ്ങനെ സാധിക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഇവർ കോമഡി ആയിട്ട് എടുത്തെന്ന് ഒരുപാട് കമൻറ്റ്സ് പറയുന്നുണ്ട്. ഞാനടക്കം ചിരിച്ചുകൊണ്ട് കമൻറ്റ് ഇട്ടു. പക്ഷെ ഒരു പോയിന്റിൽ നിന്ന് ഞാനിങ്ങനെ ചിന്തിക്കുക, ഞാൻ തന്നെ ഇവരുടെ കമൻറ്റ് ബോക്സിൽ എന്തോ ചിരിച്ചുകൊണ്ടൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഒരു പോയിന്റിൽ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ ലൈഫോട്ട് കണക്ട് ചെയ്തു. ചിന്തിച്ചപ്പോൾ
എങ്ങനെ സാധിക്കുന്നു എന്നാണ്. സത്യം പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ, ഇങ്ങനെ പോസിറ്റീവായിട്ടെല്ലാം എടുക്കാൻ പറ്റുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതെങ്ങനെ സാധിക്കുന്നു? എനിക്കത്രയും മനോബലം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതെൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു വയ്യായിക കൊണ്ട് ആശുപത്രിയിൽ പോയാൽ പോലും തിരിച്ചു കളിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്തിന് അമ്മയ്ക്കൊക്കെ ചിലപ്പോൾ BP കൂടിയും പനിയൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ചിരിയുമില്ല കളിയുമില്ല, നമ്മളാകെ തളരും. കാരണം നമുക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് കോഴ്സ് ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനൊരു കൂൾ മൈൻഡിലായിട്ട് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബാക്കി ശത്രുത ഉള്ള പോലെ ഈ രണ്ട് കൈയും വെച്ചിട്ട് ഇവനിത് കഴിക്കുന്നത്, കഴിപ്പിനോ ഒരു കുറവും ഇങ്ങനെ ചില കാര്യങ്ങളോട് ഇവൻ നീതി പുലർത്തുന്നത് കണ്ടു. നോക്ക്, കവർ തന്നെ മടിച്ച് നക്കി വെച്ചിരിക്കുന്നു. ഇതോടെ തീർന്നില്ല, അടുത്ത സാധനം കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഇവർ ഈ ഹോസ്പിറ്റൽ കേസ് ആക്സിഡൻറ്റിൽ അഡ്മിറ്റ് ആയതിനെയൊക്കെ വൈബായിട്ട് എടുക്കുന്നുണ്ട്. നല്ലതാണ് കേട്ടോ, നല്ലതാണ്. ഇങ്ങനെയൊക്കെ അത് വൈബായിട്ട് കണ്ട് എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വലിയ വലിയ മിറാക്കിൾ. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ പറഞ്ഞതാണ്. എല്ലാം ലൈഫിൽ ഹാപ്പി ആയിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഹാപ്പി ആയിട്ട് എടുക്കണം. ഇപ്പം അവനും കുഴപ്പമില്ല, ഇവളുടെ അച്ചായനും കുഴപ്പമില്ല, ഇവക്കും കുഴപ്പമില്ല, അവരുടെ ഫാമിലിക്കും കുഴപ്പമില്ല. എല്ലാവരും അതിനൊരു വൈബായിട്ട് എടുത്ത് ചുറ്റുമുള്ള ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് എടുത്ത് നല്ലത് തന്നെയാണ്. അവനെയും ഡൗൺ ആക്കാണ്ട് എല്ലാം ഒരു പോസിറ്റീവ് മൈൻഡിലെടുത്ത് മെൻ്റലി അവന് കുറച്ച് സപ്പോർട്ടും കൊടുത്ത് ഈ പറയുന്ന പോലെ ഇതിനെല്ലാം ഒരു പോസിറ്റീവ് വൈബായിട്ട് കണ്ടത് നല്ലൊരു കാര്യം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എവിടെയൊക്കെ ഈ ഐസിയുലൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇതെങ്ങനെ വീഡിയോ എടുക്കാൻ സാധിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ആ സമയത്ത് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അന്നത്തെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും എടുത്താ. അമരെല്ലാം തെറിയാണ് വിളിച്ചത്, ഇതും ആടാ നീ പറയുന്നത് എന്നുള്ള രീതിയിൽ. എൻ്റെ റീസൺ വേറെ ഒന്നുമില്ല, ആ സമയത്ത് ആർക്കും അങ്ങനെ പറ്റത്തില്ല, എടുക്കത്തില്ല. അന്ന് ഞാൻ ആക്സിഡൻ്റ് ആയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വാള് വെച്ച് കിടന്നെന്നാണ് അറിഞ്ഞത്, ബ്ലഡൊക്കെ കണ്ട്. അതാർക്കും ആ സമയത്ത് പറ്റത്തില്ല. പക്ഷെ ഇത് സാറ ഇതെല്ലാം ഒരു പോസിറ്റീവ് മൈൻഡിലെടുക്കുന്നു. ബോൾഡ് ആൻഡ് സ്ട്രോങ്, ഓവർ സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ കാലഘട്ടത്തിലും ഇതുപോലെ സ്ട്രോങ് ആയിരിക്കട്ടെ, അത് മാത്രമേ എനിക്ക് ഉപദേശമായിട്ട് തരാനുള്ളൂ. ഇനി അയ്യോ സാറ കരയുന്നു, നോക്കട്ടെ. അങ്ങനെ അത് പറ. ഞാൻ വിചാരിച്ചു ചാച്ചൻ ആക്സിഡൻ്റ് ആയ സങ്കടമൊന്ന്. ചാച്ചൻ ആക്സിഡൻ്റ് ആയതിൽ ആഹാരം കഴിപ്പ് മുട്ടിപ്പോകുമോ എന്നുള്ള സങ്കടം, അത് നല്ലതാണ്, നല്ല സങ്കടമാണ്. കാരണം ഫുഡ് ഈസ് മെയിൻ. പേടിയിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ഞാൻ ചാച്ചൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് തന്നെ അങ്ങ് നിന്ന് ഒരു പ്ലേറ്റ് ചോറ് കഴിച്ച് ആ ദിവസം അങ്ങ് തുടങ്ങി. തരക്കേടില്ലാത്ത കൂട്ടാനാണ്. വലിയ കൂട്ടാനൊന്നുമില്ല, കുറച്ച് എന്താ ചിക്കനും മട്ടനൊക്കെ വെച്ചിട്ടുള്ളൊരു ചോറ് കഴിപ്പ്. സാറേ കഴിക്കിടി, ആരോഗ്യമാണല്ലോ, നമുക്ക് ചാച്ചനെ നോക്കണ്ടേ. നല്ലൊരു പിടി പിടിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ കുറച്ചൊരു വിശ്രമിക്കാൻ, പക്ഷേ എന്നിട്ടും വിശപ്പ് മാറാത്തോണ്ട് നേരെ ചെന്നപ്പോൾ കാക്കിലെ മുന്തിരി ഇരിക്കുന്നുണ്ട്. നല്ലൊരു 10 ഗ്രാം അവന് കൊടുത്തിച്ച് ബാക്കി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഞാനങ്ങ് കഴിച്ചു. മുന്തിരി തീരുന്നതോറും എന്നെ വിശപ്പ് കൂടി വരുന്നോണ്ടെന്ന് എനിക്ക് സംശയം തോന്നി. അതുപോലെ തന്നെ ശരീരമാണെങ്കിൽ ക്ഷീണിച്ചു തുടങ്ങി. അപ്പോഴാണ് അമ്മ ജയഭാരതി വയനാട്ടിൽ പോയി കുറച്ച് മുട്ടപ്പഴം അവിടുന്ന് കൊണ്ടുവന്ന ഓർമ്മ വന്നു. അപ്പൊ പിന്നെ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുളിച്ചു പറിച്ച് നോക്കി, അതും എടുത്ത് കഴിച്ചു. എൻ്റെ ഒരു കുരുവും കിട്ടി. ഇടയ്ക്ക് ചാച്ചൻ്റെ ട്രിപ്പ് നോക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കഴിപ്പുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഇങ്ങനെ നിന്നിട്ട് ഒന്നും ആയി. കുറയ്ക്കില്ലേ, എല്ലാം കഴിക്കണം. ഇനി വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് മേടിച്ച് കുറച്ചുകൂടി കഴിക്കണം. കാരണം വേറൊന്നുമില്ല, എനർജി വേണമല്ലോ, നമുക്ക് ചാച്ചനെ നോക്കണ്ടേ. എല്ലാം ഇതെല്ലാം വ്ലോഗാക്കി കണ്ടന്റ് ആക്കണ്ടേ, ചാച്ചനെ നോക്കണ്ടേ, നോക്ക്. കൊച്ചിന് വിശന്നിട്ട് കുറച്ച് ശമനം തോന്നി. അപ്പൊ ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കുടിച്ച് അതിലുണ്ടായിരുന്ന ജാമ ചാച്ചന്റെ വായിൽ തള്ളി കയറ്റി സ്പൂൺ കഴുകാതെ അങ്ങനെ കിടന്ന് ഉറങ്ങി. ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എണ്ണീറ്റപ്പോ ഇത്രയും പോസിറ്റീവ് വൈബുള്ള ഒരു ഭാര്യ. ചാച്ച നിന്റെ ഭാഗ്യോടെ ഉള്ള കാര്യം. ലിവിങ് ടുഗദറിൽ നിന്ന് നീ മാരേജിലോട്ട് പോയത് ചുമ്മാ അല്ല, ഇത്രയും പോസിറ്റീവ് വൈബായിരുന്നു ഇവള്, സമ്മതിച്ചു. പക്ഷെ എല്ലാ സമയത്തും സാറ ഇതുപോലെ നിൽക്കണം. ഇതിപ്പോൾ ചെറിയ കൈകാലോടിയും മുറിവും അല്ലേ, എല്ലാ സമയത്തും ഇതുപോലെ നിൽക്കാൻ സാധിച്ചാൽ കൊള്ളാം. അമ്മ ചാച്ചനെ കൊടുക്കാൻ കുറച്ച് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു ആപ്പിൾ അവന് കൊടുത്തിട്ട് ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കിയിട്ട് ഞാനങ്ങ് കഴിച്ചു. ബാക്കി പറഞ്ഞാൽ ഞാൻ അവന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിയിലെല്ലാം കറങ്ങി ഇങ്ങനെ നടന്നു. കഴിച്ചെല്ലാം കഴിക്കാൻ വേണ്ടി വരാതെ കൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് റൂമിൻ്റെ അകത്ത് വേറൊരു സാധനം ഇരിക്കുന്ന ആരും ഞാൻ ഓർത്തത്. അതെടുത്ത് വരാതെ വന്ന ആരെ ശ്രദ്ധ പറ്റുന്നതിൽ മനസ്സിലായപ്പോൾ കുറച്ച് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പേഷ്യൻസിനെ ബൈസ്റ്റാൻഡറിനൊക്കെ നോക്കി കഴിച്ചും കുറച്ചൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ ഇറങ്ങിപ്പോകാൻ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം അതിൻ്റെ ഇടയ്ക്കൊക്കെ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചാച്ചൻ്റെ കുറേ റെസിപ്റ്റും മരുന്നും എക്സ്റേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ മനുഷ്യന്മാർ കിടക്കുന്നിടത്ത് ഓറഞ്ച് എടുക്കണം. അവിടെ നിന്ന് അതും എടുത്ത് നേരെ റൂമിൽ പോയി മണപ്പിച്ച് നോക്കി. വ്യാജനല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഞാൻ തുറന്നു വിളിക്കാനോ അതിൻ്റെ ഇടയിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ തെണ്ണി നോക്കിയപ്പോൾ 8 എണ്ണമാണ് എൻ്റെ അളവിൽ. അപ്പം ഞാൻ എക്സ്ട്രാ വന്നങ്ങ് കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് നോക്കിയപ്പോൾ 8 എണ്ണം തന്നെ. അപ്പോൾ അതിൽ നേരെ അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്ത് ചാച്ചൻ്റെ വായിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ബാക്കി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. പുളി ഉണ്ടായിരുന്നു, എനിക്കത് വെച്ചിട്ടില്ലെന്ന് ചാച്ചനൊന്നും പറ്റത്തില്ല. പിന്നെ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ അതാണ്ട് ഉപ്പ് ബിസ്ക്കറ്റ് ഇരിക്കുന്നു. അതിന് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് ബാക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാച്ചന് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ ആലോചിക്കുന്ന അതല്ലടാ,
ഓക്കെ വ്ളോഗ്, ചിരി, തമാശ, കരയല്, ഇതെല്ലാം കൂടി എങ്ങനെ തിന്നു നീ? കഥ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇത്രയും തിന്നുമായിരുന്നു. ഇത് 3 ദിവസത്തേക്കുള്ള ഫുഡുകൾ ഒറ്റ ദിവസം കൊണ്ട് ചാച്ചൻ്റെ ആശുപത്രിക്കകത്തും പറഞ്ഞ് തിന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാധാരണ നമുക്ക് ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ അധികം ആഹാരം ഇറങ്ങത്തില്ല. ഇത് 3-4 ദിവസത്തെ ഒരുമിച്ചിരുന്ന് തിന്നെയാണ്. ഞാനിനി ചാച്ചൻ്റെ കൂടെ നിൽക്കില്ല, എൻ്റെ ഹെൽത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ട് 4 ദിവസത്തെ ഫുഡ് ഒരുമിച്ച് ഓർഡർ ചെയ്തിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീരിയസ്ലി സംഭവിച്ചടേ സാറാ, നീ സാറാ തന്നെ. ഇതെന്തുവാ സംഭവം? കൊടുക്കാറില്ല ആണോ? എനിക്ക് സാറയുടെ ക്യാരക്ടർ ഇഷ്ടം, വളരെ നല്ല ക്യാരക്ടർ. പോളയാ ഇതുപോലൊരു പോസിറ്റീവ് വൈബിളൊരു പെണ്ണിനെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മാട്രിമോണിയിലൊന്നും കിട്ടൂല. എന്ത് ചെയ്യണമെന്ന് പറ. അങ്ങനെ പറയല്ലേ ചായ. സാറയുടെ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഇതുപോലത്തെ ഒരു പെൺകുട്ടിയാണ് വേണ്ടത്. ഞാൻ ചാവാൻ കിടന്നാലും അവളെ ചിരിച്ചുകൊണ്ടിരിക്കണം. അത്രയ്ക്ക് വൈബിളൊരു പെൺകുട്ടി എനിക്ക് എവിടെ കിട്ടും? പറയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഒന്നും പറയാനില്ല. ഇനി ഈ വീഡിയോയ്ക്ക് എതിരെ ഏവനൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻസ് ഇട്ട കേട്ടോ. അത് ഒരിക്കലും യോജിപ്പില്ല. യവന്മാരെ അത് സാറാനെ പറ. കമന്റുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം ഞാനും ഉണ്ണുന്നത് ചോറ് തന്നെയാടേ. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇത് ഒരുത്തൻ തന്നെ ഈ ഐഡി പലതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ തന്നെ പോസിറ്റീവായിട്ടും പറയുന്നു, നെഗറ്റീവായിട്ടും പറയുന്നു. പക്ഷെ എന്റെ വിഷയം അതൊന്നുമല്ല. ഇത് ഇട്ടത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 30 ദിവസം, അതായത് 1 മാസം ഞാൻ സമയം തരും. ഇതിനുള്ളിൽ ഈ ഇട്ടിരിക്കുന്ന കമന്റുകൾ ഡിലീറ്റ് ആയിട്ടില്ല എങ്കിൽ സാധാരണ ഒരു പെണ്ണ് പറയുന്ന പോലെയോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി പറയുന്ന പോലെയോ ഇത് കണക്ക് ചെയ്യരുത്. ഞാൻ എവിടാണോ അവിടെ വന്ന് തൂക്കും. അതായത് കമന്റ് ഇട്ട് തൂക്കും എന്നാണ് പറയുന്നത് സാറേ. എനിക്കിത് പറയുന്നത് കേട്ടപ്പോൾ മറ്റേ ചോട്ടാ മുംബൈയിലെ ഡയലോഗാണ് ഓർമ്മ വന്നത്. മറ്റേ ഈ ഡയലോഗില്ലേ, ഇത് മറ്റേ 2 കുപ്പിക്കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ മറ്റേ അവന്മാര് പറയുന്നത് പോലെ അല്ല, നട്ടേശം കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലം സെറ്റാക്കാം. തൂക്കാന്ന് പറഞ്ഞത് ഞാൻ മാസടിക്കുമല്ല. എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതിനൊരു എല്ലാത്തിനും ഒരു മര്യാദ വേണോടാ. ഈ വെടി എന്ന് പറയുന്ന വാക്കൊരു ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഞാനൊരു കല്യാണം കൂടെ കഴിഞ്ഞൊരു പെൺകൊച്ച. എനിക്കിപ്പോ 22 വയസ്സ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 22 ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഒരു 28-29 വയസ്സ് കാണുമെന്ന് വിചാരിച്ചു. മെച്ചൂരിറ്റി ഉണ്ട്. പക്ഷെ 22 വയസ്സേ ഉള്ളൂ സാറേക്ക്. യു ആർ എ സ്ട്രോങ് ആൻഡ് ബോൾഡ് ലേഡി. വാവ്, അമേസിംഗ്. മാസം കൂട്ടി. കല്യാണത്തിന് മുന്നേ ഒരു 2 വർഷം ഞാൻ എന്റെ ഭർത്താവുമായിട്ട് ലിവിങ്ങിലായിരുന്നു. ഇതിനുമ്പ് ഒരു 3 വർഷം ഞാൻ ECR പഠിക്കുമായിരുന്നു കോളേജിൽ. ഞാൻ അതിന് ബാക്കിലോട്ട് 2 വർഷം. കാരണം എന്റെ +2 കാലഘട്ടം, 1 തൊട്ട് +2 വരെയുള്ള കാലഘട്ടം ഞാൻ എന്റെ അപ്പന്റെ കൂടെ ഇരുന്നിട്ട് സ്കൂളിൽ പോകുന്ന സമയമാണ്. ആകപ്പാടെ എനിക്ക് 22 വർഷം. കണക്ക് കൂട്ടി വരുമ്പോ കണക്കുകൾ ശരിയാവുന്നില്ലല്ലോ. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴാണ് ഞാൻ നീ പറഞ്ഞ കാര്യത്തിൽ പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. മര്യാദക്ക് കഞ്ഞിയും കറിയും കളിച്ചു പോലും എനിക്ക് ഇതുവരെ സമയം മതിയിട്ടില്ല. അപ്പോഴാ ചാച്ച കൊച്ചിന് കഞ്ഞിയും കറിയും കളിച്ച് സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. കൊച്ചിന് കഞ്ഞിയും കറിയും കളിക്കാനുള്ള സമയം ഉണ്ടാക്കിക്കൊടു ചാച്ച. എന്തുവാ ചാച്ച ഇങ്ങനെ? ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ഈ ഇട്ടിരിക്കുന്ന കമന്റ് നീ 30 ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 30 ദിവസം പോലും ഞാൻ നിനക്ക് തരുന്ന ദാനമായിട്ട് നീ കൂട്ടിക്കോണം. കാരണം എന്നെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. ഈ 30 ദിവസത്തിനുള്ളിൽ നീ ഇത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവര് വന്ന് കരഞ്ഞ് മെഴുകി ഇനിയിപ്പൊ നീ ആത്മഹത്യക്ക് നിൽക്കുവാന്ന് പറഞ്ഞാൽ പോലും വിത്ത് നിന്റെ ഫേസുമായിട്ട് ഞാൻ ഈ വീഡിയോ റിവീൽ ചെയ്യും. എന്റെ ഈ മുഖം കണ്ടിട്ട് എങ്ങനെയാടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? എനിക്ക് വല്ല മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കും. ഇതൊക്കെ എങ്ങനെയാണോ പറ്റുന്നത്? ആൾക്കാർ ഈ ഡ്രസ്സിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുക. നല്ല ഡ്രസ്സാണ് ഗൈസ്, നല്ല കംഫർട്ടാണ്, നമുക്ക് ചാടിത്തുള്ളി നടക്കാം. ഓക്കെ ബൈ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റുള്ള ആ പരസ്യം ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചാടിത്തുള്ളി നമുക്ക് നടക്കാന്ന്. ഡേയ് കൊച്ചു പറഞ്ഞല്ലേ, ഈ കൊച്ചിന്റെ മുഖം കണ്ടിട്ട് ആർക്കാടാ ഇമാതിരി അപരാധം പറയാൻ തോന്നിയത്? അവൾക്ക് വട്ടുണ്ടെന്ന് പറഞ്ഞതെങ്കിലും കുഴപ്പമില്ല. അത് സീരിയസ്ലി എനിക്കും തോന്നിയതായിരുന്നു. അല്ലാണ്ട് മറ്റത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. നീ പറഞ്ഞ വേറ്റി കേട്ടാ. ആ കൊച്ചിനെ കണ്ടിട്ട് എങ്ങനെയാടാ പറയാൻ തോന്നി? പക്ഷെ മറ്റത് എനിക്ക് തോന്നി കേട്ടോ. ക്രാക്ക് കുറച്ച് എവിടെയോ പിരി ലൂസ് ഉണ്ടെന്ന് എനിക്കും തോന്നിയായിരുന്നു. തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലഘട്ടത്ത് പിള്ളേരങ്ങട്ട്
എൻജോയ് ചെയ്യണം, എൻജോയ്. പിന്നെ ചാച്ചനും കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല, അവരുടെ കുടുംബത്തിനും കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്നാത്തിനാ ചോദിക്കാന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഉള്ള കാര്യമേ അവർ എൻജോയ് ആയിട്ടെന്ന് മക്കളെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സും മനോബലവുമാണ് കേട്ടോ. ആക്സിഡൻറ്റ് ഒക്കെ എൻജോയ് ആയിട്ട് എടുത്ത് ICUയിൽ പോകുന്നതും സർജറിക്ക് പോകുന്നതൊക്കെ ഒരു വൈബായിട്ട് എടുക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ പ്രത്യേക തരം വൈബെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറ്റൂലേ, ഞാൻ അത്രയ്ക്ക് ബോൾഡും അല്ല സ്ട്രോങ്ങും അല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ്. ഇതൊക്കെ വൈബാക്കാനുള്ള ഒരു ഏർപ്പാടല്ല. പ്രത്യേകിച്ച് 2 ദിവസം കഴിഞ്ഞ് ഒന്ന് ആയതിനു ശേഷമൊക്കെ വീഡിയോ എടുത്ത് വ്ളോഗാക്കിയെങ്കിൽ അത് ആ ഒരു വൈബിൽ എടുത്തെന്നെങ്കിലും പറയാം. പക്ഷേ ICUയിലോട്ട് ഉരുട്ടിക്കൊണ്ടു പോകുമ്പോൾ തന്നെ എങ്ങനെ ഇതൊക്കെ വ്ളോഗാക്കാൻ തോന്നിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും പറയാനില്ല, എല്ലാവരും ചിരിയും കളിയും സന്തോഷം. മരണ വീട്ടിൽ പോയി ചിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ICUവിൻ്റെ അകത്തിരുന്ന് ചിരിക്കുന്ന സാറ ആൻഡ് ഫാമിലി. എന്നാലും കൊച്ചിനെ വെടിയെന്ന് വിളിച്ചത് വളരെ മോശം. കൊച്ചിന് വട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരു തെറ്റുമില്ല. എനിക്കും തോന്നിയായിരുന്നു എവിടെയോ ഒരു പിരി ലൂസ് ഉണ്ടെന്ന്. കുഴപ്പമില്ല, വൈബായിരിക്കും. കൊച്ചിന് 22 വയസ്സല്ലേ ആയുള്ളൂ. പ്രായത്തിൻ്റെ തിളപ്പാട്ട് അങ്ങ് കൂട്ടിയാൽ മതി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്.